പരമ്പര പഞ്ചാഗ്നി ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ബീനയിലേക്ക് വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അവിടെയാണ് നമ്മൾ ചെറിയ ഇത് ചെയ്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്തു. ചെറിയൊരു ഐറ്റം അങ്ങ് പോയി. കെമിസ്ട്രി അങ്ങ് പോയി. നമ്മള് ദുഃഖഭാരത്താൽ തകർന്നു. എനിക്ക് കാരണം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒന്നിനും തോറ്റിട്ടുള്ള ഒരു ഇതില്ല എനിക്ക്. അപ്പൊ അതെങ്ങനെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. അത്രേ ഉള്ളൂ. ഞാനപ്പോ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തത് തന്നെ എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണം. അങ്ങനെയൊക്കെ എന്തായിരുന്നു ആഗ്രഹം? ഞാൻ എഞ്ചിനീയറിംഗ് പോകണമെന്നല്ല, എനിക്ക് നല്ലൊരു ഭയങ്കര ഒരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ദൈവമേ കെമിസ്ട്രിയോട് തോട്ടോടി വീട്ടിൽ അപ്പച്ചനോട് ഇത് അവതരിപ്പിക്കണ്ടേ. നന്നായിട്ട് തോറ്റോ അതോ ചെറിയ തോൽവിയായിരുന്നു? അല്ല അത്യാവശ്യം അന്തസ്സായിട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇത് പോയി പുള്ളിനെ കൊണ്ട് പറഞ്ഞ് എനിക്ക് ചെയ്യിക്കണമല്ലോ ഇനി അടുത്ത സംഭവങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇത് എനിക്ക് ഒരു തരത്തിലും വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ ആകെ ഒരു എനിക്ക് ടെൻഷൻ. അപ്പച്ചനെയാണ് പേടി. അമ്മച്ചി പാവം ഞാൻ പറഞ്ഞ അമ്മമാരങ്ങനെയാണല്ലോ, നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഞാൻ വേഗം തന്നെ കളമശ്ശേരിന്ന് ബസ് കയറി. പക്ഷെ എനിക്ക് എവിടെ ഞാൻ വേദന അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. എടുത്തുനിന്ന് കയറിയിട്ട് അപ്പുറത്ത് തന്നെ പോയിട്ടില്ല. അവിടെ ഒരു പുഴയുണ്ട്, അവിടെ ഒരു മറ്റേ ഒരു ചെറിയൊരു പുഴ. അവിടെ അല്ല അത് വിചാരിച്ച് ഞാൻ നടന്നെങ്കിലും എനിക്ക് ശ്വാസം മുട്ടുന്ന കാര്യം ആലോചിച്ചപ്പോ അതെ അത് കുറെ നേരം കഴിഞ്ഞ് ശ്വാസം മുട്ടൂലോ. ഞാൻ വേദന പാതാളത്തിലേക്ക് പിന്നെയും അപ്പുറത്തെ സ്റ്റോപ്പിൽ പോയിട്ട് പാതാളത്തുനിന്ന് പിന്നെയും ബസ് കയറിയിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോ എടപ്പള്ളി അവിടെ അങ്ങോട്ട് ഇറങ്ങി. എനിക്ക് മഞ്ഞുമലയ്ക്ക് പോകാൻ പറ്റില്ല. എടപ്പള്ളിയിൽ ഇറങ്ങി നോക്കിയപ്പോ അവിടെ റെയിൽ പാളം. ഓ എന്റെ അമ്മോ, ട്രെയിൻ മുട്ടിയ സെക്കൻഡിൽ നമ്മള് വേദന ഒന്നും അറിയില്ലല്ലോ, പൊട്ടേന്ന് അങ്ങോട്ട് പൊക്കോളൂല്ലോ. ഞാൻ വിചാരിക്കണു ഞാൻ ബുക്കും ഞാൻ ഇങ്ങനെ നെഞ്ചത്തോടെ അടുക്കി പിടിച്ചൊരു ബ്ലൂ ടോപ്പും ഒരു സ്കേർട്ടും ആയിരുന്നു തോന്നുന്നു. അത് ഇട്ട് ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച് അങ്ങോട്ട് നടന്നു. ഒന്നുമില്ല, ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക. കുറെ നടന്നു. ആ പാളത്തെ കൂടെ നടക്കണു. ട്രെയിൻ വന്നില്ല. എന്റെ അമ്മച്ചിയുടെ അനുജത്തി ആ ഒരു പരിസരത്ത് എവിടെയെങ്കിലും കല്യാണം കഴിച്ചിട്ട് പുള്ളിയുടെ ഹസ്ബൻഡിന്റെ അങ്ങോട്ട് ആരോ പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ആരൊക്കെയോ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു പറ്റം ആൾക്കാരിങ്ങനെ നടന്നു വരണം. എന്നെ പക്ഷെ വന്നപ്പോ എനിക്കൊരു ആശ്വാസം, ചത്തില്ലല്ലോ. ഇനി ഇവരൊക്കെ പോയിട്ട് അപ്പച്ചനോട് പറയുമല്ലോ ഏത് അതൊന്നും ചെയ്യല്ലേ. പക്ഷെ എന്നിട്ട് ഞാന് അപ്പൊ ഞാൻ പറഞ്ഞു നീ അമ്മച്ചിയുടെ അനിയത്തൊക്കെ കരച്ചിലുമ്പോ നീ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, എനിക്ക് അമ്മച്ചി അപ്പച്ചനെയൊക്കെ ഫേസ് മണ്ടത്തരമാണോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്നെ കൂട്ടി ഇവരൊക്കെ വന്നു കൂടെ. ഓ എനിക്ക് ആ പടി എത്തിയപ്പോ വേലിയാണെന്ന്, പഞ്ഞിമരം, വലിയൊരു പഞ്ഞിമരം ഉണ്ട് എന്റെ മഞ്ഞുമല വീട്ടില്. അപ്പൊ ആ വേലിയുടെ അവിടെ എനിക്ക് ആ പടിയിലേക്ക് കാല് വെക്കാൻ പറ്റണില്ല, പേടിച്ച്. ഞാനിങ്ങനെ ബാക്കിൽ നടക്കുക. എന്നിട്ട് അമ്മച്ചിയോട് ഇത് പറഞ്ഞത്, അമ്മച്ചി ഒരു ഇടിയും നോലോളിയും ഭയങ്കര കരച്ചില്. അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല. അപ്പച്ചൻ ഇങ്ങനെ ഒരു കണ്ണ് നിറഞ്ഞ് എന്നെ നോക്കിയപ്പോ എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഇത് പറയുമ്പോ ഞാൻ അപ്പച്ചനെ പേടിച്ച് ഞാൻ ഇങ്ങനെ മരിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സങ്കടമായി അപ്പച്ചൻ. എനിക്കൊന്ന് ഈ ഒരു പാളത്തിലൂടെ വീന നടക്കുമ്പോ ട്രെയിൻ ശരിക്കും വന്നിരുന്നു, പക്ഷെ അടുത്ത പാളത്തിലൂടെ ട്രെയിൻ പോയി. ഞാൻ വേറെ പാളത്തിലായി. എനിക്ക് എന്റെ അപ്പച്ചന്റെ മനസ്സ് മനസ്സിലായി. കാരണം ഇങ്ങനെയൊക്കെ പറയെങ്കിലും ഉള്ളുണ്ടല്ലോ. ഞങ്ങളെയൊക്കെ എന്ത് ഭയങ്കര പേടിപ്പിക്കുമെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. 3 പെൺകുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ. അതുകൊണ്ടാണ് എനിക്കൊന്ന് ഈ നമ്മുടെ വീട്ടിലെ മാധവൻകുട്ടിയുടെ കൂട്ട് ഈ ഫാദർ ചിലപ്പോ ആ രീതിയിൽ എന്റെ ഫാദറിനും അതാണ് ഭയങ്കര ഉള്ളില് ഭയങ്കര ഇഷ്ടാ. കാണിക്കില്ല, പക്ഷെ കാണിക്കില്ല. അല്ലെ തെസ്സി എവിടെ മരണസമയത്ത് പുള്ളി ആ സമയത്തില്ലേ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തെസ്സിയോട് ഭയങ്കര അടുപ്പമായിരുന്നു. ഞാനൊക്കെ പോയി കാണുമായിരുന്നു ഉപ്പിച്ചിയൊക്കെ. അപ്പോഴൊക്കെ പറയുമായിരുന്നു എന്റെ മോള്, എന്റെ കുടുംബം, ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഷെൽട്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ. തെസ്നിയുടെ കുടുംബം ഏറ്റെടുത്ത ആളാണ് ഞാൻ, എന്റെ കുടുംബം എല്ലാ കാര്യങ്ങളും ചെയ്ത ആള്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ അവർക്കൊക്കെ ഭയങ്കര ഞാൻ മാത്രല്ല അതുകൊണ്ടാണ് നിങ്ങൾ ചേരുംപടി ചേർന്നത്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹിറ്റ് ആവാൻ പോകുന്നത്. ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ഇസ്ത്രി.
ഇസ്തിരിയോ? പറഞ്ഞു കൊടുക്ക് പിന്നെ. എന്റെ മോനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തേപ്പായിരുന്നു ആ തേപ്പുകാരിയുടെ കഥ. തേപ്പുകാരി. ഇസ്തിരിക്കാരിയുടെ കഥയാണ്. അതുകൊണ്ട് യൂട്യൂബിൽ അതൊന്ന് കഥ പറയാൻ തുണി കിട്ടുന്നു, തേക്കുന്നു, കൊടുത്തു പൈസ നൊമ്പരങ്ങളുടെ കഥ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ നന്നായിട്ട് നടത്തണം. ഓക്കെ. അപ്പൊ അതല്ല, ഈ നിങ്ങൾ രണ്ടുപേരുടെ ഇറങ്ങുമ്പോഴേ ഒരു ഇറക്കമായിരിക്കണം. അവതരണം കൊള്ളാം. ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. ഞാൻ ചാനലിൽ കയറി നോക്കി. കാര്യം ഇത് എങ്ങനെ ഇരിക്കുന്നു അറിയണമല്ലോ എന്ന് വിചാരിച്ചു. നല്ല കണ്ടന്റ് കിട്ടാത്തോണ്ടുള്ള ഒരു പ്രശ്നം. കണ്ടന്റ് ഇല്ല സാർ. അപ്പൊ ഞങ്ങള് നല്ല എന്തെങ്കിലും പോയി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ആ കളമശ്ശേരി ടൗണിൽ നിന്ന് നല്ല കണ്ടന്റ് കിട്ടുമല്ലോ. ആളുകളുടെ പൾസ് അറിയണം. ആ സാധനം നന്നായി കുക്ക് ചെയ്യുന്ന ആൾക്കാരാ ഞങ്ങള്. ഞാൻ പറഞ്ഞറിയോ, 2-3 കേസ്. ഒന്ന് കുക്കിങ്, നല്ല ബ്യൂട്ടി ടിപ്സ്. ഈ കുക്ക് ചെയ്യുന്നതിനകത്തുണ്ടല്ലോ ഇന്റർനാഷണൽ സാധനങ്ങളൊന്നും വേണ്ട. നല്ല ബോണ്ട അത് ഉണ്ടാക്കാനൊക്കെ ആൾക്കാരെ പഠിപ്പിച്ചാൽ മതി. നല്ല പിന്നെ കഞ്ഞി എങ്ങനെ കുടിക്കണം, ഈ പഴകഞ്ഞി. ഈ പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം. പഴങ്കഞ്ഞി തന്നെ ഒരുപാട് വെറൈറ്റി. മാത്രമല്ല നിങ്ങളുടെ ചാനലിന് നല്ലൊരു പേരും കിട്ടും, പഴങ്കഞ്ഞി ചാനൽ. അങ്ങനെ വന്നു ഇത് ഈ പഴങ്കഞ്ഞി ചാനൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അതായത് ഈ പഴങ്കഞ്ഞി തെസ്നി ഇത് എങ്ങനെ കുടിക്കുന്നൂടെ കാണിച്ചു. സാറിന്റെ പേര് ഞങ്ങൾ മെൻഷൻ ചെയ്യും. സാറ് പറഞ്ഞിട്ടാണ് ദയവ് ചെയ്ത് ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ പഴങ്കഞ്ഞി പേര്. ചിലപ്പോ ഇതോടെ ഹിറ്റ് ആവും. ഓക്കെ സാർ. തെസ്നി ബൈ ദ ബൈ ഒരു കുരങ്ങുമായിട്ട് ബന്ധമുണ്ടോ? എന്റെ ഫേസ് അതുപോലെ അല്ല ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് തിരികിയാൽ ഞാൻ കർശന നമ്മളെല്ലാം കുരങ്ങന്മാരുടെ അതാണ് നമ്മൾ അതിന്റെ തലമുറയാണ്. ശരിക്കും ഒരാളെ സൂക്ഷിച്ചു ബാംഗ്ലൂർ നഗരത്തിൽ എവിടെ വെച്ചൊരു കുരങ്ങനെ പരിചയപ്പെട്ടു. അല്ലല്ല, അതിനൊരു ഇൻട്രൊഡക്ഷൻ ബീന പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ തെസ്ബീൻസ് വ്ലോഗ്സുമായിട്ട് ഞങ്ങളൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങൾ അങ്ങനെ കറങ്ങാൻ പോയി ബാംഗ്ലൂര്. ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദി ഹിൽസിൽ പോയി. അപ്പൊ വെളുപ്പിന് പോണം. ഞങ്ങളുടെ ഗൈഡ് എന്ന് പറഞ്ഞ ജുനൈസ് ആയിരുന്നു. നമ്മുടെ ജുനൈസ് ആണ് ഞങ്ങളെ കൊണ്ടുപോണത്. അപ്പൊ ഞങ്ങള് അവന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഞങ്ങള് വെളുപ്പില് നല്ല മഞ്ഞിലൊക്കെ നല്ല ഷോട്ടൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വിറച്ച് തുള്ളി, നല്ല രസം. ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നേരം വെളുത്ത് വരണുള്ളൂ. ഭയങ്കര മഞ്ഞാണ്. നമ്മുടെ കയ്യില് ഫ്ലാസ്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ. ടെസ്റ്റിയുടെ കയ്യിൽ ഒരു ബാഗും ഒരു ചെറിയൊരു ഫ്ലാസ്കും ഞങ്ങള് ഫോണും ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ്. നല്ല ഹാപ്പി. നല്ല വീഡിയോസ് ഒക്കെ കിട്ടി. ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല കുരങ്ങന്മാര് സന്തോഷിച്ച്. അതെ, അവരൊക്കെ ഇങ്ങനെ ചാടണുണ്ട്, ഓടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെസ്നിയുടെ ബാഗും ഫോണും മൊബൈലും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങള് അങ്ങോട്ട് നടക്കുന്നു. അങ്ങനെ ഭയങ്കര റീൽസ് അങ്ങനെ നോക്കി. പെട്ടെന്ന് തെസ്നി ഇങ്ങനെ നോക്കിയപ്പോ അയ്യോ പഠിച്ചോനെ, നോക്കിയപ്പോ അറിയോ തെസ്നിയുടെ ബാഗും ഈ ഫ്ലാസ്ക് കൊടുത്ത് ഒരു കുരങ്ങൻ ദേ പോണു മേളിലേക്ക്. പൊന്നേ, കരച്ചിലാണ് തെസ്റ്റിന്റെ കാണേണ്ടത്. എടാ മോനെ, താടാ മോനെ, ഭയങ്കര വിലയുള്ളതാടാ പൊന്നു മോനെ, താഴെ സാറേ എന്തേ പറയണേ? ആ ഒരു ഫ്ലാസ്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ. ഈ ബാഗും വിലയുള്ളതാണല്ലോ, ഭയങ്കര കോസ്റ്റ്ലിയാണത്. കരഞ്ഞു വിളിച്ചു, കരഞ്ഞ് അത് അവിടെ നിന്നിട്ട് അത് പിച്ചി പൊളിക്കുക. അതാണെങ്കിൽ ബാഗ് ഇരുന്ന് പിച്ചി പൊളിക്കുക. എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ നേരം നോക്കിട്ട് ഫ്ലാസ്ക് ഒറ്റ എറിയില്ല എറിയ. തെസ്റ്റിക്ക് അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് മോനെ അത് കടിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, എന്നിട്ട് അത് കുറെ നേരം ഇരുന്ന് നോക്കി. അവസാനം അതും കൊണ്ട് അത് പറന്ന് പോയി കളഞ്ഞു. ചാടിപ്പോയി. അത് നഷ്ടപ്പെട്ടു. എത്രയായിരുന്നു എന്റെ വില? 250 രൂപ. ഈ കരച്ചില് കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചറിയുമോ 250 ആണെങ്കിലും 100 ആണെങ്കിലും 2000 ആണെങ്കിലും നമ്മള് കാശ് അധ്വാനിച്ചുണ്ടാക്കുന്ന. പക്ഷെ കുരങ്ങനോട് വലിയ റിക്വസ്റ്റ് ചെയ്തിട്ടും മലയാളം ഫേമസ് ആർട്ടിസ്റ്റ്. നീ മലയാള സിനിമയൊന്നും കാണാറില്ലേ? കുറെ ചോദിച്ചോക്കി, പക്ഷെ കുരങ്ങൻ ഒരു രക്ഷയില്ല, അതുകൊണ്ട് പോയി കളഞ്ഞു. അത്യാവശ്യം വിവരമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തും പേശി മേടിക്കണം.
നമ്മള് എന്ത് കാര്യങ്ങളും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴേ ഉം. എത്ര ആണെങ്കിലും പൊന്ന് ചെരുപ്പ് സാറേ, കടയിലൊക്കെ പോയാലും നമ്മൾ ഒരാൾ ഒരു 500 രൂപ ഒരു സാധനത്തിന് വില പറഞ്ഞാല് ആ. നമ്മൾക്ക് കുറയ്ക്കാം ഒരു 350 400 ടെസ്റ്റ് 50 തുടങ്ങും. അല്ല ജസ്റ്റിൻ നല്ല നെഗോഷിയേറ്ററാ. അയ്യോ, നമുക്ക് ഒരാളെ ആവശ്യമുണ്ട് അങ്ങനെ ഒരാളെ. അയ്യോ സാർ 500 രൂപ പറഞ്ഞ ടെസ്റ്റി 50 രൂപ മോനെ. ഇതിനാ അപ്പൊ ഒരു മോനെ. 25 രൂപ മീൻ വാങ്ങിക്കണമെങ്കിൽ 50 പൈസ തുടങ്ങും. അല്ല, ഞാൻ അയ്യോ. സ്റ്റേഡിയത്തിൽ നിന്നാ മീൻ വാങ്ങിക്കാറുള്ളത്. ആ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയം. അപ്പൊ അവിടുന്ന് അവര് 500-600 രൂപ ആണെങ്കിൽ ഞാൻ പറയും ഡിസ്കൗണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ ടെസ്റ്റ് എവിടെ പോയാലും എന്താ മേടിക്കണെങ്കിലും മീൻകാരോടാ ഡിസ്കൗണ്ട് എല്ലാവരും മീൻകോട്ട് എടുത്ത് അടിച്ചു തരുമ്പോ പറ്റിക്കും. അപ്പൊ അവര് ചേച്ചി ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചി എന്ന് പറയും. ആ പറയൂ കുട്ടേട്ടാ. ബീന ആന്റണി, ആ മീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മീനുമായി ബന്ധപ്പെടുത്തി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 6000 രൂപ കൊടുത്ത് താങ്കൾ കുറച്ചധികം മീൻ വാങ്ങി, പക്ഷെ അതൊന്നും താങ്കൾക്ക് കിട്ടിയില്ല. കിട്ടിയില്ല കുട്ടേട്ടാ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അബദ്ധങ്ങൾ പറ്റുന്ന സാധാരണ ടെസ്റ്റിക്കാണ്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ നല്ലൊരു മുട്ട അല്ല, അതിന്റെ എന്റെ ടെസ്റ്റിനായിട്ട് ബന്ധമുണ്ട് അതിന്. അതാണ് അത് ആ സാർ അതുകൊണ്ടല്ലേ? ശ്രദ്ധിക്കണം. അതെ, അതിനെ എന്നെ പ്രേരിപ്പിച്ചത് ടെസ്റ്റിനെയാണ്. ആ ടെസ്റ്റ് നമ്മുടെ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകും. ആ. ഭയങ്കര അവിടെ ഭയങ്കര ഇതാണ് വർക്കൗട്ടിന് വെളുപ്പിന് വർക്കൗട്ട് നടക്കാം. അപ്പൊ ഇതൊക്കെ വർക്കൗട്ടോ? ആ പിന്നെ സാർ എന്താ വിചാരിച്ചത്? അപ്പൊ ഭയങ്കര അതല്ലേ ഇങ്ങനെ ഇപ്പൊ എങ്ങായിട്ടിരിക്കണത്. തന്നെ ലീനാണ്. ഇനി ഇതിന്റെ കൂടെ അല്ല, അങ്ങനെ ആയത് അതുകൊണ്ടാ. അങ്ങനെ ആ ആയതല്ലേ? നല്ല ഓ, കുറച്ച് thank അടി you, thank ഉണ്ടായിരുന്നു. you. ആ അപ്പൊ ഇങ്ങനെ ഇവള് പറഞ്ഞു, എടി നീ വാടി ബീനെ, നല്ല രസോടി അവിടെ നടക്കാൻ, രാവിലെ എന്തോരം ആൾക്കാര്, നിനക്ക് ഇങ്ങനെ കിടന്നുറങ്ങിട്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞപ്പോ ഞാൻ ശരി എന്ന ഒരു ദിവസം ഞാൻ മനുവിന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, മനുവിന് വലിയ ഇങ്ങനെ രാവിലെ അവിടെ പോയിട്ട് വയറ്റിലേന്ന് വരണ്ടേ അവിടെ? വയറ്റിലേന്ന് ഞാൻ അവിടെ ഇവർക്ക് തൊട്ടടുത്താണ്, ഞാൻ ഇത്ര ദൂരം പോണം, നിനക്ക് പ്രാന്തണ്ട് ഇവിടെ തന്നെ നടന്നൂടെ, വലിയ സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാനന്ന് പതുക്കെ നേരത്തെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഞാൻ വണ്ടി എടുത്ത് പതുക്കെ പോവാ. ഇവര് എഴുന്നേക്കണതിന് മുമ്പ് എനിക്ക് തിരിച്ചു വരാം 7-7:30 ആകുമ്പോഴേക്കും വന്നിട്ട് പറയാന്ന് ചോദിച്ചിട്ട് ഞാൻ പോവാ. ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ ഇങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങളുടെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു സൈക്കിളുകാരൻ മീനും കൊണ്ട് വരുന്നുണ്ട് ഒരു കൊട്ട വെച്ചിട്ട്. ഞാൻ ഇപ്പുറത്ത് എന്തോ എനിക്കറിയില്ല, കൺഫ്യൂഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ഒറ്റ ഇടി എന്റെ വണ്ടിയുടെ ഫ്രണ്ടും മീൻകാരനെ കൂടി ഇടിച്ചു. മീൻകാരൻ ദേ താഴെ കിടക്കണു, കംപ്ലീറ്റ് മീൻ റോഡില്. എനിക്കങ്ങ് പറയലായി. പെട്ടെന്ന് എല്ലാവരും അപ്പുറത്ത് പെട്രോൾ പമ്പിൽ നിന്ന് എല്ലാവരും ഓടി വന്നിട്ട്, എന്ത് പണിയാണ് ചേച്ചി, മാഡം എന്ത് കഷ്ടമാണ്, പാവ മീൻകാരൻ. അല്ല അപ്പൊ അവര് ഓരോരുത്തര് കഷ്ടമായി പോയി, ആ പാവം മീൻകാരൻ, ആ കാശങ്ങട് കൊടുത്തേക്ക്. ഞാൻ ആ കാശങ്ങട് കൊടുത്തേക്ക്. അപ്പൊ ഞാൻ അപ്പൊ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് തകർന്ന് ഇടി വെച്ചിട്ട് എന്റെ ആ ഫ്രണ്ട് ഭയങ്കര പ്രശ്നമായി പോയി. എനിക്ക് സങ്കടം, ഞാൻ അത് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് വിറച്ച് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു, മീനൊന്നും പോയിട്ടില്ലല്ലോ, മീനൊക്കെ താഴെ പോയി വിൽക്കാൻ പറ്റില്ല, ഒറ്റ മീൻ വിൽക്കാൻ പറ്റില്ല. എല്ലാരും കൂടി പറയും, എല്ലാരും കൂടി വെറുതെ ഇങ്ങനെ അങ്ങനെയല്ലേ, ചെറിയ വണ്ടിക്കാരെ എപ്പോഴും സേവ് ചെയ്യുമല്ലോ അവര്. നിങ്ങളൊക്കെ നല്ല കാശുകാര് സിനിമാക്കാര്, അങ്ങോട്ട് കൊടുക്കുക ചേച്ചി. ഞാൻ എത്ര ഒരു 6000 അങ്ങോട്ട് കൊടുക്ക്. ഞാൻ പറഞ്ഞു 6000 രൂപയോ ഈ മീന്? അപ്പൊ എന്റെ പൊന്നി ചേച്ചി, അവർക്ക് വൈകുന്നേരം വരെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വിൽക്കണ വരല്ല, ഇത്രയും മീനുണ്ട് ചേച്ചി, അങ്ങോട്ട് കൊടുത്തേ അങ്ങോട്ട്. എന്നെ ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ പറ്റും. അറിയില്ല സാർ. ഞാൻ വേഗം തന്നെ 6000 രൂപ ഗൂഗിൾ പേ അപ്പൊ തന്നെ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ട് അങ്ങോട്ട് തന്നെ പോവാണ്. ഞാൻ മനുവിനോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് എന്റെ വണ്ടിക്ക് 25,000 രൂപ പണി അടിച്ചിട്ട്, എന്നിട്ട് ഞാൻ ഫ്രണ്ട് മുഴുവൻ പൊളിഞ്ഞു പോയി സാർ. ആ ഗ്ലാസ്, ആ ഫ്രണ്ടിലത്തെ ലൈറ്റിനൊക്കെ എന്ത് വിലയാ, അതൊക്കെ പൊങ്ങിപ്പോയി, പൊളിഞ്ഞു ഇങ്ങനെ ഇരിക്കുവാ മുഖമൊക്കെ ആയിട്ട്. ഞാനെന്നാ വീട്ടിൽ ചെന്നിട്ട് പറയണില്ല കേട്ടോ, ഞാൻ എന്റെ പണികളിലൊക്കെ ഇരിക്കണം. അപ്പോഴ് മനു എഴുന്നേറ്റ് വന്നിട്ട് മനു എന്ത് മേടിക്കാൻ വേണ്ടി 2-വീലർ എടുത്തിട്ട് പാലം എന്ത് മേടിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വന്നു. എന്നപ്പോ ആ കടക്കാര്, സാറ് അറിഞ്ഞില്ലേ പെണ്ണുമ്പുള്ള രാവിലെ വന്ന് ഭയങ്കര സീനൊക്കെ ആക്കിയല്ലോ, 6000 രൂപ അതും പറഞ്ഞു. 6000 രൂപ കൊടുത്തു. മനു ആണോ ഇതൊക്കെ എന്തെപ്പോ? മനു ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നെ, തിരിച്ചു വന്നപ്പോഴേക്കും വന്നൊക്കെ വണ്ടിയുടെ ഒരു സൈഡില്ല മൊത്തം. നീ ഇത് വണ്ടി ഇടിച്ചോ? ചെറുതായിട്ടോ. അതോടുകൂടി സ്റ്റേഡിയം അങ്ങോട്ട് കട്ടി. ചോദിച്ചതല്ല, നിനക്കെന്നാ ഇത്രയും ഒരു കോള്, നീ എന്നെ അവിടെ കിടക്കണം, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് മനു ഒന്ന് വേഗം വാ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ആണുങ്ങൾ വരുന്നു സംസാരിക്കുമ്പോ കാര്യം ഇതാവൂലേ. ഞാൻ പേടിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് മീൻ മേടിച്ചോ? നീ ഇല്ല, മീനായാലും കൊല്ലം കൊട്ടയിൽ പെറുക്കി അയാൾ റോഡിൽ കിടക്കുമ്പോഴേ വണ്ടി വന്ന 25,000 രൂപയും പോയി. അതിനാരാ കാരണക്കാരെ സ്റ്റേഡിയത്തിലേക്ക് വിളിച്ചത്? ഞാൻ നടക്കാൻ വിളിച്ചതല്ലേ, എനിക്കറിയോ ഇടിക്കുന്നുള്ള കാര്യം. അതെ, അവളിങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ഥലത്തും തട്ടില്ല മുട്ടില്ല ഒന്നുമില്ല, വളരെ സൂക്ഷിച്ചാണ്. പക്ഷെ ഞാനങ്ങനെ പക്ഷെ ഞാൻ കാർ ഓടിച്ചു പോകുമ്പോ സൈക്കിളുകാരെ ഇങ്ങനെ നോക്കും,
ദർശിനി വണ്ടി ഓടിക്കുക, ദർശിനി കാർ ഓടിക്കുന്നത് ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. അടിക്കും. സാറേ അല്ല ദർശിനി കാർ ഓടിക്കൂലല്ലേ? ദർശിനി കാർ ഓടിക്കുന്ന നേരത്തെ വിവരം അറിയിക്കത്തില്ലല്ലോ. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സംഗതിയും. ഞാൻ എന്തായാലും എന്റെ ജീവൻ പണയം വെച്ച് ഒരു ദിവസം ആ വണ്ടിയിൽ കയറും. എനിക്കൊന്ന് അറിയണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഒരു സാറ് കാർ ഓടിക്കൂലേ? സാറ് മോകണ്ട ഞാൻ കാർ ഓടിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ കാർ ഓടിക്കില്ല. കാര്യം വിവരമുള്ള ഒരാൾ എന്റെ കൂടെ കാറിൽ കയറിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന്. ആണോ? കാര്യം അപ്പൊ ഞാൻ റോഡിൽ പോയ വണ്ടി ഇത്തിരി നോക്കിക്കൊണ്ട് ചടയമംഗലത്ത് വയലിലൂടെ കയറി വരുന്നു. എന്നിട്ടാണ് അതാണ് എനിക്ക് അതുകൊണ്ടുണ്ടല്ലോ. അതിനുശേഷം ഞാൻ ഈ ഓടിപ്പ് നിർത്തിയതിനു ശേഷം ഈ വണ്ടി ഓടിക്കുന്നതോടല്ല എനിക്ക് വലിയ ബഹുമാനമാണ്. ഞാൻ വിചാരിക്കുന്ന ഈ KSRTC ബസ്സൊക്കെ ഇയാളെ സ്റ്റിയറിംഗിൽ കിടന്ന് ഓടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന ഞാൻ ടെസ്റ്റിയുടെ വില എന്റെ മുമ്പിൽ ഉയർന്നു. വലിയ പാടല്ലേ ഇത്? കാർ ഓടിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അല്ല എനിക്കും വിശ്വാസമല്ല. ഞങ്ങൾ ഈ അടുത്ത് പൊന്നമ്മ ചേച്ചിനെ കാണാൻ പോയി, കവിർ പൊന്നമ്മ ചേച്ചി. ഞങ്ങൾ കാണാൻ പോയി, ഞാനും ബീനിയും കാണാൻ പോയി. എന്റെ ഒരു അന്വേഷണം കൂടെ പറയണമായിരുന്നു. ഇല്ല സാർ, ഇപ്പൊ സംസാരിക്കത്തില്ല. ചിരിക്കണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ റിപ്ലൈ ഒന്നും അങ്ങനെ. ഭയങ്കര ഇഷ്ടമുള്ള ഞാനും ബീനിയും കൂടിയാ പോയത് കാണാൻ. ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി കണ്ടു. ചേച്ചിക്ക് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴുള്ള സന്തോഷം എന്താ വെച്ചാൽ ചേച്ചിയെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, ഹോം നേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല പൊന്നുപോലെ ചേച്ചിയെ നോക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. വലിയ കാര്യം. അതെ. ഇതിനിടയ്ക്ക് ബീന ആന്റണി ഒരു കാര്യം, നമ്മുടെ ഈ തെസ്നിക്ക് പിന്നെ ഒരു കാര്യം പറ്റിയെന്ന് പറഞ്ഞു. തെസ്നിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പൊ അതായത് ഒരു സ്കിറ്റ് കളിക്കാനായിട്ട് പോലീസ് വേഷത്തിൽ സ്റ്റേജിൽ കയറാൻ വന്നപ്പോഴേ പോലീസുകാരായിട്ട് നിൽക്കുക, സ്റ്റേജിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു അറബി കൊന്ന സ്റ്റേജിലോട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഷോ ഖത്തറിൽ. അപ്പൊ ഞാൻ ഈ പോലീസ് വേഷം ഇട്ടിട്ട് ഗ്രീൻ റൂമിലേക്ക് എല്ലാവരും ഇരിക്കുന്ന ഞങ്ങളുടെ ഗ്രീൻ റൂമിൽ നിന്ന് ലേഡീസ് എല്ലാവരും ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോ അവിടെ ഒരു അറബി നിൽക്കുന്നുണ്ട്, മെയിൻ ആൾക്കാരെ മാത്രം. അപ്പൊ ഞാൻ വന്നപ്പോ മഹത്തോളാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കയറണ്ട, അവിടെ അപ്പുറത്തോട്ട് മാറിയില്ല. സാറിന് എങ്ങനെ അറിയാം? ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ലേ? ഞാൻ ഇതുപോലെ കുറച്ച് നേരത്തെ കേട്ടുള്ളതാ. ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഷൗട്ടായി. എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ ജയറാമേട്ടനും പിന്നെ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് ഒക്കെ സോൾവ് ചെയ്തിട്ട് എന്നെ അകത്തേക്ക് വിട്ടു. അത് ഈ യൂണിഫോം ഇട്ടപ്പോ അവര് എന്തോ കള്ളത്തരം ധാരാളം. അതിന്റെ കൂടെ ഒരു സാധനം കൂടെ ഞാൻ, ഒരു ഐറ്റം കൂടെ ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ തെസ്നി കഥ പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഭയങ്കര ഉപ്പനായിരിക്കും. താങ്കൾ ഹുജാതയായത് എവിടെയാണ്? ഞാൻ കോഴിക്കോട്. കോഴിക്കോടിനാണ് ആ ഭാഗ്യം ലഭിച്ചത് അല്ലേ? കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ഗാന്ധി റോഡ്. ഗാന്ധി റോഡ്, ലൈൻസ് പാർക്കിന്റെ ഗാന്ധി റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മമ്മിയുടെ വീടായിരുന്നു തറവാട്. നന്നായി ഭക്ഷണം കഴിക്കൂ, നല്ല കുക്ക് ചെയ്യുന്നു പറഞ്ഞു. നന്നായി കുക്ക് ചെയ്യും. കഴിക്കുന്നതിന്റെ റേഞ്ച് എങ്ങനെയാ? ആമാശയം അറിഞ്ഞാണോ കഴിക്കുക? അതോ ആവശ്യത്തിന് മാത്രം, വല്ലാതെ കഴിക്കില്ല. ആവശ്യത്തിന് മറ്റുള്ളവരോട് കൊടുക്കുന്ന ഉപദേശം എന്താ ഈ വീഡിയോ വഴി? ആവശ്യത്തിന് കഴിക്കാൻ, നല്ല ഫുഡ് കഴിക്കാൻ, സ്നേഹത്തോടെ. ഞാൻ ചോദിക്കണ്ട്, തെസ്നി ആന്റി അല്ല ആന്റി തെസ്നി മാം വിളിച്ചു, അങ്കിളെന്ന് വിളിച്ചു. മാത്രമല്ല ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, അപ്പൂപ്പാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസി അവിടെ ഇരിക്കുന്നല്ലോ, ലിസി കണ്ട? ലിസി മൈക്കെടുത്തേ. ഇതാണ് ലിസി. ഞാൻ കേരള കോളേജിൽ കുറച്ചുള്ള മാഷായിരുന്നു തൃശ്ശൂർ. അന്ന് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഇവിടെ. അപ്പൊ സാറിന്റെ പ്രായം എത്ര ഉണ്ടാവും? 65. അന്ന് 30 വയസ്സ് കാണും, കൂടി 30 വയസ്സ് കാണും. അന്നോ? അന്ന് എന്റെ പ്രായം 24 വയസ്സ്. 21 അങ്ങോട്ട് കഴിഞ്ഞ് 24 കേറുന്ന സമയത്താണ് ഞാൻ കേരള. സ്ലിം ആയിരുന്നു. ഇപ്പോഴും സാർ സ്ലിം അല്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നോ കാണാൻ? ആണോ? ഇപ്പോഴും ഉണ്ട്, എന്നാലും അന്ന് ഇത്രയും തടിയൊന്നുമില്ല സാറിന്. നല്ല ഭംഗിയായിരുന്നല്ലേ? സ്മാർട്ട് ചെറുക്കനായിരിക്കും അല്ലേ? താങ്ക് യു ലിസി, നല്ല വാക്കുകൾക്ക് നന്ദി. ലിസിക്ക് എന്തൊരു ഗിഫ്റ്റ് അയച്ചു തരും. ഇത്രയൊക്കെ 30 കൊല്ലത്തിന് ശേഷം ഒരു വിദ്യാർത്ഥിനി നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയാൻ, ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയാൻ ആളെ കിട്ടൂ. കൂലിക്ക് നിർത്തി. ചേച്ചി ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ? ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. അതെയോ? ഇൻട്രസ്റ്റിംഗ്. കൂലിക്ക് വിളിപ്പിച്ചോലെ തോന്നും. ക്രിട്ടിക്കൽ സയൻസ് ആണോ പഠിപ്പിച്ചത് സാറ്? പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ സാറ് അന്നും ഇന്നും ഒരുപോലെ നമുക്ക് സാറിനൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ? ഒരു ഗിഫ്റ്റ്. ഇങ്ങനെ ഒരു വൃത്തം വരച്ചു, 1 2 3 എന്ന് പറഞ്ഞു, അന്തരീക്ഷത്തിന്റെ കൈയെടുത്തു, ശരി. പൂവൊക്കെ ചെറുതായി, മാജിക്കിൽ കൂടെ തരുന്ന പൂക്കളൊക്കെ ഇതാണ്
രണ്ട് പൂ സാർ. ടെസ്സിയുടെ ഹൃദയമാണ് സാർ അത്. ഇത് തെസ്നിയുടെ ഹൃദയമാണ്. അതെ. ഹൃദയം ഹൃദയത്തോടെ ചേരട്ടെ അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് 1 കോടി വേണ്ടേ? വേണം. നിങ്ങൾ കുറെ വാചം അടിച്ചിട്ട് കുട്ടിയേട്ടൻ എന്തോ ഒരു ചോദ്യമാണ്. അവിടെ കഴിഞ്ഞ് നമ്മള് 1 കോടിയിലേക്ക് കൊണ്ട് കയറുന്നു. പിന്നെ കടുത്ത മത്സരം നടക്കുന്നു. അന്നത്തെ പോലെ നമ്മള് വെച്ചടി ഇങ്ങനെ കയറുന്നു. എന്റെ പൈസ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഓക്കെ, നമ്മൾ വി വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഓക്കെ, തെസ്നി റെഡി? ആർ യു റെഡി? ഓക്കെ കുട്ടേട്ടാ, ചൊല്ലുങ്കോ. ബീന ആന്റണി, പറയൂ കുട്ടേട്ടാ. താങ്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനാണ്. താങ്കളുടെ കയ്യിൽ 2 ഫോണുകളുണ്ട്. അതിൽ ഒരു ഫോൺ ഓപ്പോ എന്ന കമ്പനിയുടേതാണ്. താങ്കൾ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഒരു ഗുഡ് സ്പിരിറ്റ് ഉണ്ട്. താങ്കൾക്കും ഒരു പക്ഷെ അത് ഫീൽ ചെയ്ത് കാണും. ശരിയാണോ? അയ്യോ ശരിയാണ്. എന്തറിയോ ഇതെങ്ങനെ മനസ്സിലായി കുട്ടേട്ടന് എല്ലാം അറിയാം. കുട്ടേട്ടന് അറിയാത്തതായിട്ടൊന്നും മാത്രമല്ല കുട്ടേട്ടന്റെ കാര്യം സാർ. ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ടേ എന്റെ ഫോൺ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കണം വിചാരിച്ചോ. അപ്പൊ ഒരു സ്ത്രീ എന്റെ അടുത്തുനിന്ന് ഞാൻ എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് ഒന്നും പറയേണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ കാലം, പിന്നെ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സ്. ഒരു 1/2 മണിക്കൂർ കഥ. ഇത് പക്ഷെ എവിടെന്നാ വരണേന്ന് എനിക്ക് അറിയില്ല സാർ. ഞാൻ ആ ഫോൺ പല ഇപ്പൊ മേക്കപ്പ് റൂമിൽ ഉണ്ടായ സംഭവം ഞാൻ ആരാ സംസാരിക്കുന്നു എനിക്ക് ദേഷ്യം വരുന്നതേ. ഞാൻ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോ ഈ പെണ്ണ് അവിടെ നിന്നിട്ട് അങ്ങനെ ഞാൻ അമ്മയും കൊണ്ട് പിന്നെ ആശുപത്രിയിൽ പോയി നല്ല പിൻ ഡ്രോപ്പ് സൈലൻസിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മേക്കപ്പ് റൂമിൽ നിന്ന് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ചോദിച്ചു ആരാ ബീന, അമ്മയോ ആരെങ്കിലും ആരാന്നറിയില്ല സാർ. അയ്യോ ഇതിപ്പോ എന്തോ സംഭവം ഉണ്ട് കുട്ടേട്ടാ. അപ്പൊ അതെങ്ങനെ അറിഞ്ഞത്? വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരുമേനി ഇറക്കി അല്ലേ? അപ്പൊ ആ ഫോൺ നമുക്കൊന്ന് നന്നാക്കാനായിട്ട് എടുക്കണം. അപ്പൊ ഈ ഫോണിന്റെ രഹസ്യം കൂടി ഒരു വീഡിയോ ആയിട്ട് ഇട്ടോളൂ. ആ വീഡിയോ നന്നായിട്ട് പോകും. ഒരു ഫോണും ഒരു മുത്തശ്ശി, രാത്രിയിൽ വരുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇട്ടോളൂ. അപ്പൊ രാത്രി എന്തിനാ ഈ മുത്തശ്ശി വരുന്ന അറിയാൻ ഒരു ആൾക്കാരെ മനസ്സിലാക്കി. ആ തൊര ഇങ്ങനെ ബുദ്ബുദ്ധം പോലെ പൊങ്ങി വരുമ്പോ നമുക്ക് 195K. അപ്പോ ഇനി നല്ല നല്ല കണ്ടന്റുകൾ ആവശ്യമുള്ളപ്പോൾ സമീപിക്കുക. ഏതൊരു പാട്ട് എന്തോ പാടുന്നു പറഞ്ഞു. കാര്യം പിന്നെ പാടാവും. രണ്ടുപേരും ചേർന്നാണോ? അല്ല, വേറെ ഞാൻ വേറെ. എനിക്ക് ആഗ്രഹം കുട്ടേട്ടന്റെ കൂടെ പാടും. നിങ്ങളും സ്നേഹാണോ? റെഡി? അപ്പൊ കുട്ടേട്ടാ ആ പാട്ട് പാടുന്നോ? ബീനല്ലേ സീനിയർ? സോറി, ഇതാണ് സീനിയർ. ഡെയ്സി, കനൽക്കാറ്റ്. ഇത് കാറ്റടിച്ചു പോയി. അപ്പൊ ബീനയുടെ പാട്ട് തുടങ്ങാം അല്ലേ? അത് നന്നായി, സൂപ്പറായി. നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. 1 കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ തുടങ്ങുന്നു. ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 10,000 രൂപയുടെ ചോദ്യമാണ്. നിങ്ങൾക്ക് 3 പേർ സഹായിക്കാനുണ്ടാവും. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ചെന്ന് വഴിമുട്ടി നിൽക്കുമ്പോ. അപ്പൊ റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ബി സീരിയസ്. പൈസ പോകുന്ന കളിയാ, അറിയാലോ. കാശിന്റെ കാര്യത്തിൽ റെഡി? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്.
കുസൃതി ചോദ്യമാണ്. ഷട്ടിൽ ചായ വീണാൽ എന്താകും? കറിയാവും. ഏ? കറിയാവും. ഓ, അയ്യോ, അത് യാഥാർത്ഥ്യം. കുസൃതി ചോദ്യമാണെന്ന് പറഞ്ഞില്ലേ? ആ അതിനൊരു ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. വീഴുന്ന ഞാൻ പറയാ ടീഷർട്ട്. അയ്യോ അതാണ് ടീഷർട്ട്. Correct അല്ലേ? ഓക്കെ, അവർക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധി തോന്നിയായിരുന്നോ? ആ ഇങ്ങനെ നോക്കാട്ടോ ഇനി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം. 20,000 രൂപയുടെ ചോദ്യം. 20,000. ക്വസ്റ്റ്യൻ പ്ലീസ്. നിങ്ങൾ LED-യിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. അവിടെ ഇപ്പൊ 4 പടങ്ങൾ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസ്. ആ ചിന്താമണി കൊലക്കേസ്. കൊലക്കേസ്. ശരി, ഒരു പടത്തിന്റെ പേരാണല്ലോ. അല്ല സർ. അയ്യോ 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 അയ്യോ. എന്റെ ചോദ്യം അതായിരുന്നില്ല. ഇത് പാളയംകോടം പഴമാണ്. തട്ടുംപുറത്ത് വെച്ചിരുന്നാണ്. അവിടെ ഇരുന്ന് പഴുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണമുണ്ട്. എന്നാൽ അതിലെ 3ാമത്തെ പഴത്തിന് മണമില്ല. പോ സാറേ, ഇത് ചിന്താമണി കൊലക്കേസ്. ഓക്കെ, ഉത്തരം ശരിയാണ്. ഇനി എന്റെ അവസ്ഥ അതിന് പറ്റിയൊരു ചോദ്യം ചോദിക്കണം. ചോദ്യം ഇതാണ്. ചോദ്യം ഇതായിരുന്നു. അതിന് മുമ്പേ കയറി ഉത്തരം പറഞ്ഞു. ഓക്കെ, ഏത് മലയാള സിനിമയുടെ പേരാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താനാവുന്നത് എന്ന് ചോദിക്കും മുമ്പേ ചിന്താമണി കൊലക്കേസ് എന്റെ ഉത്തരം മുട്ടി. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 20,000 രൂപ. ഓക്കെ, റെഡിയാണ്? 19. അപ്പൊ നമുക്ക് ഇനി 30,000 രൂപയുടെ ചോദ്യം. 30,000. ബീന ആന്റണി, തസ്നി ഖാൻ, ബി കെയർഫുൾ. ക്വസ്റ്റ്യൻ പ്ലീസ്. സ്വന്തം പേര് എപ്പോഴും പറയുന്ന ജീവി ഏതാണ്? ഞാനല്ല. കാക്ക. കാക്കയോ? കാക്ക. ഈ ഉത്തരം ശരിയാണെന്ന് പറയാനേ എന്റെ തല മണ്ടൻ തലയല്ല, പണയം വെച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. രശ്നി ഒരു സംഭവം. ഭയങ്കര സംഭവം. മുഖസ്തുതി പറഞ്ഞല്ല, രശ്നി ഒരു സംഭവം. ആൾക്കാർ വിചാരിക്കുന്നത് നമ്മുടെ തലയിൽ മണ്ടിയാണെന്നാണ്. പക്ഷെ ഇപ്പൊ മനസ്സിലായി. ആവശ്യത്തിന് എടുക്കുള്ളൂ. അല്ല, ഈ മാത്രമല്ല, ഈ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ട തലയാ എന്നൊക്കെ ആള് പറയും. അല്ല, കളിമണ്ണാന്ന് പറയുവാണ്. ഈ ഗവേഷകരെല്ലാം ഇപ്പൊ തെണ്ടി. 34 വർഷം ഈ മലയാള ഇൻഡസ്ട്രിയിൽ താഴ്ന്നും ഇറങ്ങിയും താഴ്ന്നും പൊങ്ങിയും നിക്കണമെങ്കിൽ ഇത്രയെങ്കിലും ആൾ ഈ തലയിൽ ആള് താമസമുണ്ട്. ഇത് പല ഭാഷക്കാരുണ്ടെന്ന് മനസ്സിലായി. എല്ലാം സഹിക്കണം നമ്മള്. എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ പറയുന്നു അല്ലേ. പക്ഷെ മാത്രമല്ല, ഇത് ഇത്രയേ ഉള്ളു കാണാനെങ്കിലും. നമ്മുടെ അയ്യപ്പാസ് ജോലിക്കടയുടെ കാര്യം പറഞ്ഞു. ചെറിയ കടയാണെന്ന്. ഓക്കെ, റെഡി? റെഡി. ഇനി 40,000 രൂപയുടെ ചോദ്യമാണ്. ഒരു വീഡിയോ കാണാം. അവിടെ ഒരു വീഡിയോ കാണാം. അപ്പൊ ചോദ്യത്തിലേക്ക് വരട്ടോ. തസ്നി അഭിനയിച്ച് തകർത്ത സിനിമ ഏത്? ആന അലറൽ. ഓ, പേര് പറയാൻ തന്നെ ഭയങ്കര പാട്. പറയണ്ട. നമ്മൾ ഉറക്കത്തിലാണ് വിളിച്ചോടത്ത് ചോദിച്ചാൽ ആന ഈ ചിത്രത്തിലെ ആനയുടെ പേരെന്താണ്? ഒരു പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ശബ്ദം കേൾപ്പിച്ചിട്ടില്ല. അന്നൊന്ന് ശ്രദ്ധിച്ചാൽ പോരായിരുന്നു. ഇപ്പൊ 40,000 രൂപ പോയില്ലേ? അയ്യോ ഇല്ല, പോയിട്ടില്ലല്ലോ. ശേഖരൻകുട്ടി. ശേഖരൻകുട്ടിയാണോ? ആ, ശേഖരൻകുട്ടി. പിന്നെ മാറ്റിയിരുന്നാണ് മുസ്ലിം പേരുണ്ടാകും. ശേഖരൻകുട്ടിയാണോ? നമുക്ക് നോക്കാം. അത് എനിക്ക് സംശയമുണ്ട്. ഭാഗ്യമായി ഓർമ്മിച്ചു. അപ്പം ഓർമ്മശക്തിയുണ്ട് ഉറപ്പായി. 40,000 രൂപ ഓർമ്മശക്തിയുടെ മേളി വെച്ചിരിക്കുന്നു. പറയൂ കുട്ടേട്ടാ. ബീന ആന്റണി ആൻഡ് തസ്നി ഖാൻ, നിങ്ങൾക്ക് ഈ 2 പേരല്ലാതെ പല സ്ഥലങ്ങളിലും നിങ്ങൾ മറ്റ് സിനിമാ താരങ്ങളുടെ പേരാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ആണോ? നിങ്ങൾ ഈ ഒറിജിനൽ പേര് മാറ്റി പറയൂ. അല്ല, ഫ്ലവേഴ്സ് തുടങ്ങിയ സമയത്ത് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കാറിന്ന് വരുന്ന സമയത്ത് വാച്ച്മാൻ പുതിയ സെക്യൂരിറ്റി പുതിയ ആളാണല്ലോ. അപ്പൊ കാർ അവിടെ നിർത്തി പുള്ളി ആരാന്ന് ഇങ്ങനെ നോക്കും, പേരെന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്, ആരാണ്, എന്നിട്ട് കടത്തി വിടാറുള്ളല്ലോ എത്ര വലിയ ആളാണെങ്കിലും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കാർ അവിടെ നിർത്തി കഴിഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ വന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നോക്കി. കാവ്യ മാധവൻ.
മീര ജാസ്മിൻ. അപ്പൊ പുള്ളി നോക്കിയിട്ട് ഓ കാവ്യ ഗെറ്റിൻ ഓ മീര ജാസ്മിൻ ഞാൻ പടമൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവരെയൊക്കെയാണ് നമ്മളിവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. എന്നെ അല്ല അവസ്ഥയാണ്. ഇവള് എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുള്ളൂ, എപ്പോഴും നമ്മുടെ പേര് മാറ്റി പറയും. ആര് പേര് ചോദിച്ചു, ഇപ്പൊ ആരെങ്കിലും ചിലപ്പോ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് ചോദിച്ചു ഇവള് അപ്പൊ തന്നെ ചെറിയ പിള്ളേര് വെറുതെ ചോദിക്കുമല്ലോ, ചേച്ചി ഇവരുടെ പേരെന്താ? ചേച്ചി കാവ്യ മാധവൻ, ഇത് മീര ജാസ്മിൻ. അപ്പൊ പിള്ളേര് പോയിട്ട് അവിടെ പോയിട്ട് ആലോചിക്കുക പിള്ളേര്, ഇത് കാവ്യ മാധവനോ? കാവ്യമാധവൻ ഇങ്ങനെ ഇരിക്കുകയാണോ എന്നായിരിക്കും അവര് ആലോചിക്കുന്നത്. തസ്നീം, നിങ്ങൾ രണ്ടുപേരും ബീനയും പേര് പറയുമ്പോഴേ തെറ്റിപ്പോവാറുണ്ടോ? തെറ്റിയല്ല സല്ല, തെസ്നീനെ ബീനാന്റണിന്ന് വിളിക്കും, എന്നെ തെസ്നീന്ന് വിളിക്കും. പക്ഷെ ഞങ്ങളിപ്പോ സാറ് നോക്കും, ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും റിസംബ്ലൻസ് ഉണ്ടോ? ഒന്നുമില്ല, ഇല്ലല്ലോ. ഒരു തരത്തിലും ഞങ്ങളുടെ മുഖം ഒരുപോലെയല്ല, ഞങ്ങളുടെ ശരീരം ഒരുപോലെയല്ല, ഒന്നുമല്ല. പക്ഷെ തെസ്നീൻ ഇത് സത്യമുള്ള കാര്യമാണ്. പേര് ഞാൻ പുള്ളിപ്പുഴി ചെയ്യുന്ന സമയത്ത്, ലാൽ ജോസിന്റെ പടം ആലപ്പുഴ ചെയ്യുന്ന സമയത്ത് വിഗൊക്കെ വെച്ച് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇവള് സീരിയലിൽ അങ്ങനെയാണല്ലോ, വിഗൊക്കെ വെച്ച് നല്ല ഇറക്കുള്ള മുടിയൊക്കെ ഉണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്നെ ബീന ചേച്ചി സുഖാണോ? ഞാനൊരു സബ്രോൺ മോളിൽ നിങ്ങടെ ഇറങ്ങാണേ, അവിടെ ഇറങ്ങി പുറത്തു നിന്നപ്പോഴേക്കും കുറച്ച് പേര് ഹായ് തെസ്നികാൻ, ഞാൻ പറഞ്ഞു ഹായ്. അവള് വീട്ടിൽ ഞങ്ങള് തിരുത്താറില്ല. അപ്പൊ ഇവിടെ അറിയാവുന്ന ആരൊക്കെ ചിലപ്പോ ടിനിയിട്ടോമായിരിക്കും. ഓക്കെ, റെഡി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം. ജനനം മുതൽ മരണം വരെ കയറിയിറങ്ങുന്നത് എന്താണ്? കുസൃതിയല്ലേ? കുസൃതിയല്ല, അത് സംഭവമാണ്. ആ, മരിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. മരിച്ചു കഴിഞ്ഞില്ലാത്തത് ശ്വാസം, ജീവൻ. എന്താ പറഞ്ഞത്? ജീവൻ. ആദ്യം വേറെ എന്താ പറഞ്ഞത്? ശ്വാസം. Are you sure? പൂട്ടട്ടോ ഞാൻ? പൂട്ടട്ടോ? അതെ, ജനിക്കുമ്പോ നമുക്ക് ശ്വാസം ഉണ്ടാവും, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ശ്വാസം ഉണ്ടാവില്ല. പക്ഷെ മരണം സത്യം, ശരിയാണ് സാർ. ശ്വാസം, ശ്വാസോച്ഛ്വാസം. അതെ അതെ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഉത്തരം ശരിയാ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു താരോദയോടെ സംഭവിച്ചുകൊണ്ടിരിക്കുക തസ്നീഖാൻ. മലയാള സിനിമയിൽ എന്തെങ്കിലും സംഭവിക്കും സാർ, തീർച്ചയായിട്ടും. 1.5 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഇനി 60,000 രൂപയുടെ ചോദ്യം, 60,000. പല്ലിലും മരത്തിലും ഒരുപോലെയുള്ളത് എന്താണ്? വേര്. ഇത് വല്ല ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ വാങ്ങിച്ചു? എനിക്കതാ ഇപ്പൊ ബലമായ പേരുദോഷം ഉണ്ടാക്കൂ. സ്റ്റേജിന്റെ സത്യം, സാർ സത്യം, സാർ സത്യം. ഉത്തരം ശരിയാ. അപ്പോ 60,000 രൂപയായി. ഇനി 70,000. ഇങ്ങനെ കേറി പോട്ടെ സാർ. അങ്ങനെ 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. തൂമ്പ കൊണ്ടും സ്പൂൺ കൊണ്ടും JCB കൊണ്ടും കോരാൻ പറ്റാത്തത് എന്താണ്? തൂമ്പ കൊണ്ട്, സ്പൂൺ കൊണ്ട്, JCB കൊണ്ട്, ഇതുകൊണ്ടൊന്നും കോരാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്. എന്താണത്? ഒരു ക്ലൂ പറയൂ സാർ. ക്ലൂ ഒരു 2-3 ദിവസം ലൈഫ് ലൈൻ ഉണ്ടല്ലോ, അല്ലേ? അവർക്ക് ഒരു പണിയാവട്ടെ. ഓക്കെ, നമുക്ക് ഡോക്ടറെ വിളിക്കാം. ഹായ്, ഡോക്ടർ രസലയ കുമാർ, പ്ലീസ് കം. ഹലോ രസലയ കുമാർ. നമസ്കാരം ബോസ്. കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാരനാ. എന്താണ് കാര്യങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. നമസ്കാരം. ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഈ ഒരു ഡോക്ടറിനെ പറയാനേ പറ്റുള്ളൂ. തൂമ്പ കൊണ്ടും സ്പൂൺ കൊണ്ടും JCB കൊണ്ടും കോരാൻ പറ്റാത്തത് എന്താണെന്ന്. മണ്ണ്. ഇതിനൊക്കെ എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കുട്ടക്കെടുക്കണമെന്നും നമ്മട്ടിക്ക് കോരണമെന്നും ചിന്തിക്കാതിരിക്കൂ, വേറെ ചിന്തിക്കൂ. ഇത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കൈകൊണ്ടോ ഒന്നും കോരാൻ പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷെ നമ്മളിത് അനുഭവിക്കും. ഇതിന്റെ സുഖം നമ്മൾ അനുഭവിക്കും. ഒന്നാമത്തെ ക്ലൂ ഞാൻ പറയാം. നമ്മൾ തണുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് തണുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഒരുപാട് കോരാൻ പറ്റും. മഞ്ഞ്, ഐസ്. ഐസ്ക്രീം മഞ്ഞൊന്നും അല്ല. ഒന്നും കൂടെ പറയാം. നമ്മൾ ഇത് വരുന്ന സമയത്ത് നമ്മൾ പുതപ്പ് മൂടി കിടക്കാറുണ്ട്. തണുപ്പിന്റെ വേറൊരു പേര് പറഞ്ഞേ. തണുപ്പിന് വേറൊരു പേരുണ്ടല്ലോ. തണുപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകും. കുളിര് വാരി കോരി.
സീരിയലൊക്കെ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. Thank you, doctor. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാം. ഒതുങ്ങാം. എന്തായാലും ഒരുപാട് സന്തോഷം. ചേച്ചി സുഖാണല്ലോ? മാജിക് ഒക്കെ ഉണ്ടല്ലോ? താങ്ക് യു ഡോക്ടർ. Thank you, doctor. രോഗികൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖം. എനിക്ക് മാത്രമേ ഉള്ള അസുഖം. അതെല്ലേ? റെഡി വിട്ടു. ശരി ഡോക്ടർ, ഓക്കെ. താങ്ക് യു. അപ്പൊ കുളിര്. കുളിര്. അപ്പൊ 70,000 രൂപയുടെ തൂമ്പ കൊണ്ട് കുളിര് കോരാൻ പറ്റത്തില്ല, പൂട് കൊണ്ട് പറ്റത്തില്ല, JCB കൊണ്ട് കൊണ്ടും പറ്റത്തില്ല. പറ്റില്ല. അപ്പൊ ഓക്കെ, അപ്പൊ 70,000 രൂപ കിട്ടിയല്ലോ. ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000. ഓക്കെ, ബിന, തസ്നി, അവിടെ ഒരു സ്റ്റില് കാണിച്ചു തരാം, കണ്ടോളൂ. ഈ ചിത്രത്തിലെ സൂചനയിൽ ഒരു മലയാള സിനിമാ ഗാനത്തിന്റെ ആദ്യ വരികളുണ്ട്. ഏതാണ് ആ പാട്ട്? തസ്നി ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല. ഇല്ല, ഉറപ്പാ? സ്വപ്നം കണ്ടു, സ്വപ്നം ഒന്ന്. അല്ലല്ല, ചാക്ക്. സ്വപ്നം കൊണ്ട് സ്വപ്നം കൊണ്ട് അല്ലല്ല, ചാക്ക്. മറ്റേ അയ്യോ, ആ പാട്ടില്ലേ? സ്വപ്നം ഒരു ചാക്ക്. കിട്ടി കിട്ടി അല്ലേ? അപ്പൊ പിന്നെ എങ്ങോട്ടാ ചാക്ക് കൊണ്ടുപോയത്? തസ്നി എങ്ങോട്ട് പോയല്ലോ ചാക്ക്? ദുൽഖറിന്റെ അല്ല, മമ്മൂക്ക പടമാണത്. എന്താ പറയണത്? മമ്മൂട്ടിയാണ്. ദുൽഖറല്ല അത്. ബെസ്റ്റ് ആക്ടർ എന്നുള്ള Best സിനിമ. actor. ഓക്കെ, അപ്പൊ 80,000 രൂപ കിട്ടി. ബോസ്. ഓക്കെ, വിനോദ്. കുട്ടേട്ട എന്തോ പറയുന്നുണ്ടല്ലോ. കുട്ടേട്ടാ യെസ് ബോസ്. പറഞ്ഞോളൂ. ബീന ആന്റണി, തസ്നി ഖാൻ, Yes. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകതരം റെസിപ്പി അറിയാം എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെക്കുന്നു. അമ്മച്ചി ചെമ്മീനും UK മീൻകറിയും. ഇത് പ്രേക്ഷകർക്ക് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ. അങ്ങനെയുണ്ടോ? ആ റെസിപ്പി അറിയാമോ? അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ചെമ്മീനുണ്ട്. അത് ഞങ്ങളെ വീട്ടില് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ ചെമ്മീൻ പഠിച്ചത് ഉണ്ടാക്കാൻ. അത് ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അമ്മച്ചി ചെമ്മീൻ എന്ന് വെച്ചാൽ എന്റെ മനുവിന്റെ അമ്മച്ചി, മദറിലോ, അമ്മച്ചിയുടെ ചെമ്മീന്. ചെമ്മീൻ നമ്മൾക്ക് മിക്കവാറും വീട്ടിൽ വലിയ ചെമ്മീൻ വാങ്ങിക്കുമ്പോ അതിനെ ആദ്യം വേവിച്ചു വെക്കും. വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെറുതെ വേവിച്ചു വെച്ചിട്ട് നല്ലോണം ഒത്തിരി നല്ല ചെറിയുള്ളി എടുത്തിട്ട്, കുഞ്ഞുള്ളി എടുത്തിട്ട് അതും എന്താണ്, അത് നന്നായിട്ട് വഴട്ടും. കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി കുറച്ചിട്ടിട്ട് അത് നന്നായിട്ട് വേണ്ടി വരുമ്പോഴേക്കും തേങ്ങ നല്ലോണം ഇടണം. തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ ചെമ്മീനും കൂടി അതിൻ്റെ അകത്തിട്ടിട്ട് ഇതെല്ലാം നല്ലോണം വേപ്പിലിട്ടോ, അത് മറന്നു. ഉള്ളിയും വേപ്പിലയും നന്നായിട്ട് ഇടണം. എന്നിട്ട് എല്ലാം കൂടി എനിക്ക് വയല് വെള്ളം വരുന്നു. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി? അതൊന്നും വേണ്ട. ഏതൊക്കെ വേണ്ടേ? വേണ്ട, മുളക് പൊടി ഉണ്ട്. ഒന്നും വേണ്ട. മല്ലിപ്പൊടി ഒന്നും വേണ്ട. ഈ മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടി ആ ചെമ്മീനിൽ ഇട്ട് നമ്മൾ വേവിച്ചാൻ പറ്റില്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് വെറുതെ വേവിച്ച ഉപ്പിട്ട്. എന്നിട്ട് ഇത് നല്ല ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഈ തേങ്ങയിലൊക്കെ കിടന്ന് നല്ല വഴണ്ട് ഒരു നല്ല ഒരു ക്രിസ്പി ആവാതെ ഇങ്ങനെ എടുക്കണം. അത് ചോറ് കഴിക്കാം അല്ലേ? എന്റെ റെസിപ്പി എന്താന്ന് പറഞ്ഞാ, ഇപ്പം നമ്മുടെ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ ഉള്ളവരുണ്ടാവില്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. അതായത് നമ്മൾ നല്ലൊരു നെയ്മീൻ എടുക്കുക, നെയ്മീന്റെ പീസ് എടുക്കുക. ഈ നെയ്മീൻ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഹാഫ് വെള്ളം മതി. എന്നിട്ട് ഈ നെയ്മീൻ കഷ്ണം അതിൻ്റെ അകത്ത് ഇടാം. വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു അര ബട്ടർ സ്പൂണിൽ ബട്ടർ ഇടാം. ബട്ടർ ഇട്ട് വെളുത്തുള്ളി ഇടാം. ഒരു കാൽ ചെറുനാരങ്ങ അതും കൂടി പിഴിഞ്ഞ്, ലെമൺ കൂടി പിഴിഞ്ഞ് എല്ലാം കൂടി ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് മറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വേവിക്കുക. അത് പച്ചയ്ക്ക് ആ വേവിച്ച നെയ്മീൻ കഴിക്കുകയും ചെയ്യാം, നമുക്ക് സ്പൂൺ എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഉപ്പും കൂടി ആവശ്യത്തിന് വെള്ളത്തിലിടുമല്ലോ നമ്മൾ ഉപ്പ്. അത് കഴിഞ്ഞ് ഇത് സൂപ്പായി കുടിക്കുകയും ചെയ്യാം. ഇനിയപ്പോ നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 lakh. ഓക്കെ, 1 ലക്ഷം എന്ന് പറയുമ്പോ എന്തൊരു സന്തോഷം അല്ലേ? ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചിലപ്പോ കുറച്ച് ടഫ് ആവാൻ സാധ്യതയുണ്ട്. ലക്ഷങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ലേശം ടഫ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ വിമുക്തിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. ലക്ഷത്തി ക്ലൂ ഇല്ല. ലക്ഷത്തി ക്ലൂ തന്നാ എന്റെ ക്ലൂ ഒക്കെ പോകും. സഹായ പദ്ധതി അല്ലേ? ആരെ എടുക്കണം? കുട്ടേട്ടാ ചോദ്യം. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ വിമുക്തിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു താരമാണ് ഇദ്ദേഹം ഒരു സ്പോർട്സ് താരമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ. വളരെ കറക്റ്റ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ. അപ്പൊ ഇനി 2 ലക്ഷത്തിലേക്ക് പോകല്ലോ. 2 lakhs. സംശയത്തിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, സന്ദേഹം വരുത്. ഓക്കെ, റെഡി?
ഇതാണ് തസ്നി ചോദ്യം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ എക്സിൽ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? എക്സിൽ എക്സ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ ഇപ്പൊ അതിന്റെ പുതിയ പേരാണ്. ഒരു ഹെൽപ്പ് ലൈൻ കൂടെ ഉണ്ട്. ആ വേണോ? വേണ്ടി വരും. 2 ലക്ഷമാണ്. 2 lakhs. തെറ്റുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് PC രാജുലേക്ക് പോവാം. പ്ലീസ് കണക്ട് മീ ടു PC രാജു. ഹലോ. ഹലോ PC രാജു. സാറേ നമസ്കാരം. നമസ്കാരം. ഹൗ ആർ യു? ഫൈൻ സാർ, ഫൈൻ. ഇവിടെ ഒരു ചെറിയ പ്രശ്നം. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ എക്സിൽ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്നതിൽ തട്ടി നിൽക്കുകയാണ് ഈ മത്സര പരിപാടി. അവർക്ക് ഞാൻ കുറച്ച് ക്ലൂ കൊടുക്കാം സാർ. കൊടുത്തോളൂ. സാർ, ഇതൊരു വിദേശ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഓക്കെ. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആണ് ഈ വ്യക്തി. അതെ, ഉറച്ചു പറയൂ. ഒബാമ. ഞാനിവിടെ പറഞ്ഞതായിരുന്നത്. അപ്പൊ രണ്ടുപേരും സമ്മതിച്ചോ? സമ്മതിച്ചു. ഞാനിവിടെ പറഞ്ഞതായിരുന്നു. പിന്നെ ഞങ്ങക്ക് പേടിയായിട്ട് ഒന്നും ആയാലോ. അപ്പൊ ബറാക് ഒബാമ. ഉത്തരം ശരിയാ. അപ്പൊ 2 ലക്ഷം രൂപ. ഓക്കെ, റെഡി? അപ്പൊ നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs. ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ആയി മാറിയ ആദ്യത്തെ മലയാളി ആരാണെന്നാണ് എന്റെ ചോദ്യം. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇപ്പോഴാണ് അദ്ദേഹം ജയിച്ചത്. ഞാനിപ്പോ വായിച്ചാണ്, പക്ഷെ പേര്. അപ്പൊ നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ 3,300,000 കൊണ്ട് മത്സരം തുടരും. ലക്ഷത്തിൽ കുളില്ല, കുളിച്ചാൽ പോയി. അപ്പൊ തെറ്റിയാൽ തെറ്റിയാൽ വെറും 20,000 രൂപ ഡിവൈഡ് ചെയ്തെടുക്കുക. 10 പറയട്ടെ. പിന്മാറിയാൽ നിങ്ങൾക്ക് ഇല്ല, അറിയില്ല സാർ. എനിക്ക് ഞാൻ പേര് മനസ്സിൽ നിൽക്കുന്നില്ല. പേര് വായിച്ചതാണോ? ഇല്ലല്ലോ, നിൽക്കുന്നില്ല. അപ്പോ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾ വിജയകരമായി പിന്മാറുന്നു. ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി. 50-50 വീതിച്ചു എടുത്തോളണം. രാമമംഗലം ആർക്കെങ്കിലും? പുള്ളി അദ്ദേഹത്തിന് ഒരു നല്ല പേരുണ്ട്. കോട്ടയത്തുകാരൻ, ലേബർ പാർട്ടി അംഗമായ സോജൻ ജോസഫ് ആണ്. ഓക്കെ. അപ്പൊ ഈ വാർത്താ ചാനലൊക്കെ കൃത്യമായിട്ട് കാണണ്ടേ? 24 ഒക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. എനിക്കപ്പോ ഭയങ്കര അതിശയം തോന്നി. കാരണം നമ്മുടെ ഒരു മലയാളിയാണ്, കോട്ടയംകാരൻ. ഇനി മാത്രമല്ല, നിങ്ങൾ അവിടെ കാണാൻ പോയി കഴിഞ്ഞാൽ സോജൻ ജോസഫ് ആണോ, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വിളിക്കാം, ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അത് പ്രമാണിച്ച് പുള്ളി ചിലപ്പോൾ യാത്ര ചെയ്ത് അല്ലേ? ഇനി മറക്കില്ല ലൈഫിൽ സോജൻ ജോസഫ്. മറക്കില്ലല്ലോ. സോജൻ ജോസഫ്, ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം, ലേബർ പാർട്ടി, UK. അഡ്രസ് ഇനി കത്തയച്ചാ കിട്ടും. ഇത്രയും മതി. തെസ്നിയുടെ ഒരു പാട്ട് ബാക്കി കിടപ്പുണ്ട്. പാട്ട് പാടുന്നതിന്റെ മുന്നേ ഒരു കാര്യം ചോദിച്ചു. എന്റെ മമ്മിക്ക് സാറിന് ഭയങ്കര കാര്യമാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞു, പ്രത്യേകിച്ചും മണികണ്ഠൻ സാർ. നമസ്കാരം. മണികണ്ഠൻ സാർ ഒരുപാട് പേർക്ക് അന്വേഷണം പറയണം. ശ്രീകണ്ഠൻ സാറിന് പ്രത്യേക അന്വേഷണം പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു റുഖിയ അലി ഖാൻ. മമ്മി നല്ല സൂപ്പർ പേരായിട്ട്. കുറച്ച് ആൾക്ക് പനിയായിട്ട് കിടക്കാണ്, വയ്യാണ്ട്. എളുപ്പം സുഖമാവും. ഈ പനിയൊക്കെ ഇപ്പോഴത്തെ ഒരു സീസൺ മാറും. അപ്പൊ നമുക്ക് പാട്ടോടെ അല്ലേ മംഗളമടി അവസാനിപ്പിക്കാം അല്ലേ? ഈ പാട്ട് സാറിന് പല സ്ഥലത്തും ഒരിക്കലും പാടില്ല, ആദ്യമായിട്ട് പാടാൻ പോകണം. പ്രേക്ഷകരെ നിങ്ങളുടെ ഒരു വിധി അല്ലേ? പാട്ടുകാരിയൊന്നും. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ.
പാറക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൊത്തുമ്പി. ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകല ശില്പി. പൊന്നുകൊണ്ടു താഴു തീർത്തു വന്നു മിന്നാ മിന്നി. വെണ്ണിലാവായി ചുമരിൽ വെൺകളിരും പൂശി. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. Thank you. ഓ അടിപൊളി. അപ്പോ വളരെ സന്തോഷം, പാട്ടൊക്കെ ആയി. Okay. ഇനി പാട്ടും പാടി വീട്ടിലേക്ക് പോവാം. താങ്ക് യു. 1,00,000 രൂപയും. 1,00,000 രൂപയും. ഇപ്പൊ നിങ്ങളെ വീതിക്കുന്നില്ലെങ്കിൽ ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. വളരെ സന്തോഷം. ഞങ്ങളെ test നിങ്ങൾ fees വീതിച്ചാലും കൊള്ളാം, വീതിച്ചില്ലേലും കൊള്ളാം, എനിക്ക് തരത്തില്ലല്ലോ. ഓക്കെ, റെഡി. Okay. അപ്പൊ നമുക്ക് ഇനി ചെക്ക്. യെസ്. ഓക്കെ, വരൂ വരൂ വരൂ, രണ്ടുപേരുടെ വരൂ. 2 സർട്ടിഫിക്കറ്റ്സും ഉണ്ട് കേട്ടോ. ആ. ഓ രണ്ടെണ്ണം. ഓക്കെ, അങ്ങോട്ട് നോക്കുന്നു, ചിരിച്ചോളൂ. ക്യാമറമാന് വിഷമം തോന്നുന്നു. അപ്പൊ സന്തോഷം, കാണാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ തസ്നി, താങ്ക് യു സോ മച്ച് സർ. റെഡി. ഓക്കെ. അപ്പൊ ഇതാ നിങ്ങളുടെ വഴി. ഓക്കെ സാർ. വഴി പോയാലേ മഞ്ഞുമല്ലും എത്താം, തമ്മലും എത്താം. തമ്മനും എത്താം. ഓക്കെ സാർ, താങ്ക് ഓക്കെ, യു. റെഡി. ആ, ടിവിയിലും സിനിമയിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയ തസ്നി ഖാനും അതുപോലെ ബീന ആന്റണിയും ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗുഡ് ബൈ.